പ്രിയമുള്ളവരെ, കാവ്യം 7 ഇന്ന് അവതരിപ്പിക്കുന്ന കവിത പവിത്രൻ തീക്കുനിയുടെ പുതിയ ചരിത്രം എന്ന് പറയുന്ന കവിതയാണ്. ഈ കവിതയിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. പുതിയ ചരിത്രം. അധ്യാപകൻ ചരിത്രപാഠത്തിലെ ചോദ്യങ്ങൾക്ക് ഉത്തരമാരായുകയായിരുന്നു. അധ്യാപകൻ ചരിത്രപാഠത്തിലെ ചോദ്യങ്ങൾക്ക് ഉത്തരമാരായുകയായിരുന്നു. മഹാത്മാഗാന്ധി ആരായിരുന്നു? ലോകം കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയ ഉപ്പുകച്ചവടക്കാരൻ. കുഴിഞ്ഞ കണ്ണുകളും ഒട്ടിയ വയറുമുള്ള ഒന്നാമത്തെ കുട്ടിയിൽ നിന്നു തന്നെ സംതൃപ്തമായ ഉത്തരം. മഹാത്മാഗാന്ധി ആരായിരുന്നു? ലോകം കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയ ഉപ്പുകച്ചവടക്കാരൻ. കുഴിഞ്ഞ കണ്ണുകളും ഒട്ടിയ വയറുമുള്ള ഒന്നാമത്തെ കുട്ടിയിൽ നിന്നു തന്നെ സംതൃപ്തമായ ഉത്തരം. ഗോഡ്സെയുടെ വ്യക്തിത്വം. കണ്ണട ധരിച്ച ഖദർ കോട്ടിനുള്ളിലെ മെലിഞ്ഞു നീണ്ട കുട്ടിയുടെ ശരിയായ ഉത്തരം. രാജ്യസ്നേഹിയും മനുഷ്യസ്നേഹിയുമായ ഒരു മഹാകവി. ഗോഡ്സെയുടെ വ്യക്തിത്വം. കണ്ണട ധരിച്ച ഖദർ കോട്ടിനുള്ളിലെ മെലിഞ്ഞു നീണ്ട കുട്ടിയുടെ ശരിയായ ഉത്തരം. രാജ്യസ്നേഹിയും മനുഷ്യസ്നേഹിയുമായ ഒരു മഹാകവി. കാശ്മീർ ഇന്ത്യയുടെ പൂന്തോട്ടമാവാൻ കാരണം പുഷ്പസമൃദ്ധിക്ക് യോജിച്ച വിധം രക്തക്കൂറും കബന്ധക്കൂറുമുള്ള മണ്ണ്, പൊക്കം കുറഞ്ഞ് തല നരച്ച മന്തുകാലുള്ള കുട്ടിയുടേതായിരുന്നു ഉത്തരം. കാശ്മീർ ഇന്ത്യയുടെ പൂന്തോട്ടമാകാൻ കാരണം പുഷ്പസമൃദ്ധിക്ക് യോജിച്ച വിധം രക്തക്കൂറും കബന്ധക്കൂറുമുള്ള മണ്ണ്, പൊക്കം കുറഞ്ഞ് തല നരച്ച മന്തുകാലുള്ള കുട്ടിയുടേതായിരുന്നു ഉത്തരം. കലിംഗ മഹായുദ്ധാനന്തരം അശോകൻ്റെ മാനസാന്തരത്തിനു കാരണം യുദ്ധങ്ങളെക്കാളും ലാഭവും പലിശയും മതസന്ദേശം വഴി. അല്പബധിരനും തടിച്ചു കൊഴുത്തവനുമായ കുട്ടിയെ അധ്യാപകൻ തലോടി. കലിംഗയുദ്ധാനന്തരം അശോകൻ്റെ മാനസാന്തരത്തിനു കാരണം യുദ്ധത്തെക്കാളും ലാഭവും പലിശയും മതസന്ദേശം വഴി. അല്പബധിരനും തടിച്ചു കൊഴുത്തവനുമായ കുട്ടിയെ അധ്യാപകൻ തലോടി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഭഗത് സിംഗിൻ്റെ സ്ഥാനം. ലിപ്സ്റ്റിക്ക് ചുണ്ടോട് കൂടിയ പൂച്ചക്കണ്ണുള്ള പെൺകുട്ടി പറഞ്ഞു. ഒച്ചിനെപ്പോലെ ഇഴഞ്ഞും നീർക്കുമള പോലെ പൊട്ടിയും ഓന്തിനെപ്പോലെ നിറം മാറിയും ഭീരുക്കളുടെ പട്ടികയിൽ കയറിപ്പറ്റിയ വിചിത്ര കോമാളി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഭഗത് സിംഗിൻ്റെ സ്ഥാനം. ലിപ്സ്റ്റിക്ക് ചുണ്ടോട് കൂടിയ പൂച്ചക്കണ്ണുള്ള പെൺകുട്ടി പറഞ്ഞു. ഒച്ചിനെപ്പോലെ ഇഴഞ്ഞും നീർക്കുമിള പോലെ പൊട്ടിയും ഓന്തിനെപ്പോലെ നിറം മാറിയും ഭീരുക്കളുടെ പട്ടികയിൽ കയറിപ്പറ്റിയ വിചിത്ര കോമാളി. താജ്മഹൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? അതിലൂടെ ഓർമ്മിപ്പിക്കപ്പെടുന്നത് മറവു ചെയ്യാത്ത സ്വപ്നങ്ങൾ അഴുകിക്കിടക്കുന്ന കരളിൻ്റെ തീരത്ത് വേട്ടയാടപ്പെടുന്ന സ്ത്രീത്വം. വിരൂപിയും മന്ദബുദ്ധിയുമായ പെൺകുട്ടിയുടെ കണ്ണിൽ തെളിച്ചം. താജ്മഹൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? അതിലൂടെ ഓർമ്മിപ്പിക്കപ്പെടുന്നത് മറവു ചെയ്യാത്ത സ്വപ്നങ്ങൾക്ക് അഴുകിക്കിടക്കുന്ന കരളിൻ്റെ
തീരത്ത് വേട്ടയാടപ്പെടുന്ന സ്ത്രീത്വം വിരൂപിയും മന്ദബുദ്ധിയുമായ പെൺകുട്ടിയുടെ കണ്ണിൽ തെളിച്ചം. നിനക്ക് ആരാവാനാണ് ആഗ്രഹം? നിനക്ക് ആരാവാനാണ് ആഗ്രഹം? അവസാനത്തെ കുട്ടിയിലെത്തും മുമ്പേ ചരിത്രത്തിൽ ചോദ്യങ്ങൾ തീർന്നു പോയതിനാൽ അവസാനത്തെ കുട്ടിയിലെത്തും മുമ്പേ ചരിത്രത്തിൽ ചോദ്യങ്ങൾ തീർന്നു പോയതിനാൽ തുടുത്ത കവിളും ചുണ്ടിൽ പുഞ്ചിരിയുമുള്ള അവസാനത്തെ കുട്ടി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഹിറ്റ്ലർ അല്ലെങ്കിൽ മുസോളിനി. തുടുത്ത കവിളും ചുണ്ടിൽ പുഞ്ചിരിയുമുള്ള അവസാനത്തെ കുട്ടി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഹിറ്റ്ലർ അല്ലെങ്കിൽ മുസോളിനി. കവിത ഇവിടെ പൂർണ്ണമാകുന്നു. ഈ കവിത ആസ്വദിച്ച മുഴുവൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നന്ദി, ഹൃദയാഭിവാദ്യങ്ങൾ.